പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ സ്വന്തം വെള്ളം ഇനി നമ്മുടെ മണ്ണിലേക്ക്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അനുഭവിച്ചിരുന്ന സൗജന്യത്തിന് മോദി സർക്കാർ പൂട്ടിടുകയാണ്. പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിലെ ഷാപൂർ കണ്ടി അണക്കെട്ട് മാർച്ച് 31-നകം പൂർത്തിയാകുന്നതോടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും. ഇതോടെ രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പാഴായി പോയിരുന്ന അധികം ജലം പൂർണ്ണമായും തടയപ്പെടും. ഈ വെള്ളം ഇനി ജമ്മു കാശ്മീരിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളായ കത്തോയിലേക്കും സാംബയിലേക്കും ഒപ്പം പഞ്ചാബിലെ പാടങ്ങളിലേക്കും തിരിച്ചുവിടും. ഏകദേശം 37,000 ഹെക്ടർ കൃഷിഭൂമിക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഓർക്കണം, 1979 വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഫണ്ടിന്റെ അഭാവവും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും കാരണം വർഷങ്ങളോളം ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് ഇതൊരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ച് പണം അനുവദിച്ചതോടെയാണ് അണക്കെട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയായത്. അതിർത്തിയിൽ ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാനോട് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന ഇന്ത്യയുടെ ശക്തമായ താക്കീതിന്റെ തുടർച്ച കൂടിയാണ് ഈ ഒരു നീക്കം. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുള്ള വെള്ളം ഇനി ഒരു തുള്ളി പോലും പാകിസ്ഥാന് വെറുതെ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഭാരതം. സ്വന്തം ജനതയുടെ ദാഹം മാറ്റാതെ അയൽ രാജ്യത്തിന് വെള്ളം നൽകേണ്ടതില്ല എന്ന ഇന്ത്യയുടെ പുതിയ നയം ഇവിടെ പ്രാവർത്തികമാവുകയാണ്. ഇന്ത്യക്ക് അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും ഇനി സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.